ഹായ് നമസ്കാരം. ഞങ്ങൾ എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമല്ലേ? ആദ്യം തന്നെ ഞാൻ പറയട്ടെ കേട്ടോ, എല്ലാ ദിവസവും ഇങ്ങനെ ഓരോ വീഡിയോകൾ വരുമ്പോൾ കുറേ ആളുകൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടാവില്ല. പക്ഷേ ഒന്ന് മനസ്സിലാക്കണം, ഇഷ്ടപ്പെടേണ്ട കാര്യങ്ങൾ മാത്രമാണ് ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ശ്രദ്ധിച്ച് കേൾക്കുക. ഈ പറയാൻ പോകുന്ന കാര്യങ്ങൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അബുവോതിത്തറ എന്നുള്ള യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബർ ചെയ്ത് ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് ഫോളോ ചെയ്ത് ലൈക്ക് അടിച്ച് കമൻ്റ് അടിച്ച് കൂടെ കൂടിക്കോളി. പറയാൻ വരുന്ന കാര്യം എന്താ വെച്ചാൽ, ഞാൻ ഈ ഇടയ്ക്കൊരു വീഡിയോ കാണുകയുണ്ടായിരുന്നു. ഒരു വലിയൊരു പരിപാടി നടന്ന ഒരു സ്ഥലത്ത് അങ്ങനെ ഭക്ഷണ പദാർത്ഥങ്ങൾ കൊണ്ട് വേസ്റ്റാക്കി ഒരാൾക്കും വിലയില്ലാത്ത പോലെ കൊണ്ട് കളഞ്ഞിരിക്കുന്ന ഒരു അവസ്ഥ. അതൊരു ചെറുപ്പക്കാരൻ പയ്യൻ വന്ന് എടുക്കുന്നു. അത് കുറേ വഴിയോരത്ത് കിടക്കുന്ന നായ്ക്കൾക്കൊക്കെ കൊണ്ട് കൊടുത്ത് അവരുടെ വയറ് നിറയ്ക്കുന്നു. സത്യത്തിൽ അത് കണ്ടപ്പോൾ എനിക്കൊരു സംഭവം മനസ്സിലായി. കാരണം വെച്ചാൽ ഞാനൊക്കെ 90s കിഡാണ്. എൻ്റെ കുട്ടിക്കാലത്തൊക്കെ വളരെയധികം കഷ്ടപ്പെട്ടിട്ടാണ് എൻ്റെ പോലെയുള്ള കുറേ ആളുകൾ ജീവിച്ചു വന്നിട്ടുള്ളത്. ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടിയിട്ട് പഠിക്കാൻ പോകുമ്പോൾ, സ്കൂളിൽ പോകുമ്പോൾ ബാഗിനും ബുക്കിനും പേനയ്ക്കും പെൻസിലും ഒരു യൂണിഫോം ഡ്രസ്സ് ഇടാൻ കഴിവില്ലാതെ, ഒരു മഴയ്ക്ക് ഉള്ളൊരു കുട വാങ്ങാൻ പോലും കഴിവില്ലാതെ ജീവിച്ചൊരു ചരിത്രങ്ങൾ നമ്മുടെ കുട്ടിക്കാലത്തുണ്ടായിരുന്നു. സത്യത്തിൽ ഇന്ന് നമ്മുടെ തലമുറയ്ക്ക്, നമ്മുടെ മക്കൾക്ക് ഒന്നും നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുന്നില്ല. സത്യത്തിൽ ഒരു നേരത്തെ ഭക്ഷണം എങ്ങനെ കഴിക്കണം, ആ ഭക്ഷണം നിങ്ങൾ പാത്രത്തിൽ നിന്ന് വീഴാതെ പാത്രമൊക്കെ തുടച്ച് വൃത്തിയാക്കി ഒരു പാത്രം കഴുകിയ പോലെ ആയിരിക്കണം നമ്മൾ ഭക്ഷണം കഴിക്കേണ്ടതെന്ന് പോലും നമ്മൾ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നില്ല. ഇരുന്ന് ഭക്ഷണം കഴിക്കുക, നിന്ന് വെള്ളം കുടിക്കാതിരിക്കുക, ഇരുന്ന് വെള്ളം കുടിക്കുക, അങ്ങനെയൊക്കെ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുക. എല്ലാത്തിനും വലത് മുന്തിക്കുക, വലത് കൈ വലത് കാല്, അങ്ങനെ എല്ലാത്തിനും നമ്മൾ നല്ല കാര്യങ്ങൾ നമ്മളൊന്നും നമ്മുടെ മക്കൾക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നില്ല. സമയമില്ല. അപ്പോൾ ചുരുക്കത്തിൽ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ, ഇന്ന് നമ്മളെ നാട്ടിൽ എത്രയോ കല്യാണങ്ങൾ നടക്കുന്നുണ്ട്. ഉള്ളവൻ്റെ ആയിക്കോട്ടെ ഇല്ലാത്തവൻ്റെ ആയിക്കോട്ടെ, എല്ലാ കല്യാണത്തിനും എത്രങ്ങാനും ഭക്ഷണമാണ് വേസ്റ്റാക്കി കളയുന്നത്. നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഓരോ ആൾക്കാരും നിസ്സാരം ഒരു റെസ്റ്റോറൻറ്റിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം, ഒരു 5-6 പേര് ഇരുന്ന് കഴിച്ച് കഴിഞ്ഞാൽ ആ ടേബിളിൽ ഒരാൾക്ക് ഇനിയും കഴിക്കാനുള്ള ഭക്ഷണം ഉണ്ടാവും. എന്തിനാ സുഹൃത്തുക്കൾ ഭക്ഷണങ്ങൾ വേസ്റ്റാക്കുന്നത്? എത്രയോ പാവങ്ങൾ നമ്മുടെ ചുറ്റുഭാഗത്ത് ഒരു നേരത്തെ ഭക്ഷണം പോലും വകയില്ലാതെ വളരെയധികം പ്രയാസപ്പെടുന്ന എത്രയോ സാധുക്കളുണ്ട്. ഒരു നേരം നമുക്ക് അവർക്ക് കൊടുത്തൂടെ? സൂക്ഷിക്കണം. ജീവിതത്തിൽ കുറേ ശ്രദ്ധിക്കാനുണ്ട്. ഞാനടക്കം, ഞാൻ നല്ലതെന്നല്ല പറയുന്നത്, ഞാനടക്കം ശ്രദ്ധിക്കാനുണ്ട്. ഓക്കെ, ശരിയാണെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് അടിച്ച് കമൻ്റ് അടിച്ച് അബുവോതിത്തറ എന്നുള്ള യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കൊള്ളി. ഓക്കെ, ബൈ.